നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വേണ്ട 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 എന്നെത്ര വിചാരിച്ചാലും നടക്കില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഇങ്ങനെ ഓരോ ദിവസം കഴിയും തോറും പല പല അപ്ഡേറ്റുകളുമായി കേരളത്തിലുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതാവിൻ്റെ പേരാണ് PV അൻവർ. പറയണ്ട എന്ന് വിചാരിച്ചിരുന്നാലും ഇപ്പോൾ അൻവർ പറയുന്നു, ഞാനിപ്പോൾ ഏകപക്ഷീയമായ ബെറ്റുകൾ ഞാൻ ഏറ്റെടുക്കുന്നില്ല. സോ ആ ബെറ്റിൽ നിന്ന് പിന്മാറുന്നു. അതായത് ബേപ്പൂർ മണ്ഡലത്തിൽ താൻ പരാജയപ്പെട്ടാൽ, അതായത് അവിടെ നമ്മുടെ PA മുഹമ്മദ് റിയാസ് വിജയിക്കുകയും അതോടൊപ്പം PV അൻവർ പരാജയപ്പെടുകയും ചെയ്താൽ അദ്ദേഹം തല മുട്ടയടിച്ച് കാതിൽ കമ്മലിട്ടുകൊണ്ട് മാനാഞ്ചിറ മുതൽ മാനാഞ്ചിറ മിഠായി തെരുവ് അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ അദ്ദേഹം പോകും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനിടെ ആഗോള മൊട്ട ക്ലബ്ബിൽ നിന്നൊക്കെ വന്നിട്ട് അവർ പറഞ്ഞിരുന്നു, ഈ മുട്ടയടിക്കുകയും കമ്മലിടുകയൊക്കെ ചെയ്യുന്ന ഫ്രീക്കന്മാരാണ് എന്ന് പറഞ്ഞിരുന്നു. എന്ന് വെച്ചാൽ PV അൻവർ സ്വല്പം ഫ്രീക്കാകാൻ തീരുമാനിച്ചു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അദ്ദേഹം പറയുന്ന മറ്റൊരു ആവശ്യം കൂടിയുണ്ട്. ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഒരാൾ കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ വന്ന് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് ചലഞ്ച് ചെയ്യണം. ഞാൻ ഇത് ഏറ്റെടുക്കുന്നു, ഞാനും മുട്ടയടിച്ച്, ഞാൻ പരാജയപ്പെട്ടാൽ മുട്ടയടിച്ച് ഈ പറയുന്ന പോലെ അപ്പോൾ കടുക്കൻ കമ്മലിടുന്ന ഒഴിവാക്കി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് മുഹമ്മദ് റിയാസ് കമ്മലിടണ്ട, ബാക്കി മുട്ടയടിച്ചിട്ട് മാനാഞ്ചിറ സ്ക്വയർ മുതൽ മിഠായി തെരുവ് വഴി റെയിൽവേ സ്റ്റേഷൻ വരെ പോകണം. അപ്പോൾ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് PA മുഹമ്മദ് റിയാസ് കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ എത്തണം അത്രേ. എന്നിട്ട് മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വെച്ച് പറയണം, ഞാനിത് ഏറ്റെടുത്തിരിക്കുന്നുവെന്ന്. ഇതെന്ത് വിഡ്ഢിത്തമാണ് എന്നുള്ളതാണ് മനസ്സിലാകാത്തത്. ഇതിനൊക്കെ മറുപടി PA മുഹമ്മദ് റിയാസിൻ്റെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. ഇതിനൊക്കെ എന്ത് മറുപടി പറയാനാണ്? സത്യത്തിൽ അദ്ദേഹം എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് നടക്കുന്നു. PV അൻവർ പറയുന്ന എല്ലാ വിഡ്ഢിത്തങ്ങൾക്കും മറുപടി പറയേണ്ട ആവശ്യം എനിക്കില്ല എന്നുള്ളത് തന്നെയാണ് മുഹമ്മദ് റിയാസിൻ്റെ സ്റ്റാൻഡ്. അതാണ് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ്. കാരണം PV അൻവർ എന്ന് പറയുന്ന ഒരു വ്യക്തി കേരളത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കേരള സമൂഹത്തിന്, അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയത്തിന് എന്ത് സന്ദേശമാണ്, എന്ത് സംഭാവനയാണ് നൽകിയത് എന്ന് നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു നല്ല അടിയുറച്ച ഒരു കോൺഗ്രസ് പശ്ചാത്തലത്തിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നു. കരുണാകരനോട് ഒപ്പം കൂടുന്നു. കരുണാകരൻ പിന്നീട് കോൺഗ്രസ് പാർട്ടി വിട്ട് DIC ഉണ്ടാക്കിയപ്പോൾ, അതായത് ഡിക് എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കിയപ്പോൾ അവിടേക്ക് മറുകണ്ഠം ചാടുന്നു. തുടർന്ന് വീണ്ടും കരുണാകരനോടൊപ്പം നിൽക്കുന്നു. അവിടെ വന്നിട്ട് ഈ മലപ്പുറം ജില്ലയിൽ ആര്യാടൻ മുഹമ്മദിനും ഷൗക്കത്തിനുമെതിരായി പ്രവർത്തനം ആലോചിക്കുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ട് പിന്നീട് ഏറ്റവും ഒടുവിൽ ഇടതുപക്ഷത്തേക്ക് ചേക്കേറ്റം നടത്തുന്നു. അവിടെ നിന്ന് സ്വതന്ത്ര MLA ആയി വരുന്നു, പാർട്ടി മാറുന്നു, പാർട്ടി ഉണ്ടാക്കുന്നു, വേറൊരു പാർട്ടിയിലേക്ക് പോകുന്നു എന്ന് വേണ്ട സകലമാന ഒരു രാഷ്ട്രീയക്കാരൻ ഏതൊക്കെ തരത്തിൽ നെറികേട് കാണിക്കാമോ അത്രയും രാഷ്ട്രീയ നെറികേടുകൾ കൊണ്ട് തലയിൽ അലങ്കാരങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ് PV അൻവർ. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഈ മനുഷ്യനാണ് മുഹമ്മദ് റിയാസിനെ പോലുള്ള ഒരു നേതാവിനെ വെല്ലുവിളിക്കുന്നത്. മുഹമ്മദ് റിയാസ് വെറും ഒരു MLA അല്ല, അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. ആ മന്ത്രിയെ വെല്ലുവിളിക്കുകയാണ്. എന്താണ് ഇമാതിരി? അപ്പോൾ അതിനെ പറഞ്ഞ് ഇത് രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ഗുസ്തി മത്സരമല്ല ഈ നടക്കുന്നത് എന്നാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത്. രാഷ്ട്രീയ മര്യാദയോടു കൂടിയ ഉത്തരമാണ് അത്. ഇതൊരു ഗുസ്തി മത്സരമല്ല. അതാണ് രാഷ്ട്രീയ മര്യാദയുള്ള, രാഷ്ട്രീയ പക്വതയുള്ള ഏതൊരു രാഷ്ട്രീയക്കാരനും പറയേണ്ട മറുപടി കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത് വ്യക്തിപരമായി നടക്കുന്ന ഒരു മത്സരമേ അല്ല. ഇത് രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള, രാഷ്ട്രീയ ആശയങ്ങൾ തമ്മിലുള്ള മത്സരം മാത്രമാണ് ഓരോ തെരഞ്ഞെടുപ്പും ജനാധിപത്യ ക്രമത്തിൻ്റെ ഭാഗമായി നടക്കുന്നത്. വ്യക്തമാണ് കാര്യങ്ങൾ. അതോടൊപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ ഇവിടെ വോട്ടിംഗ് എന്ന് പറയുന്നത്, അതായത് ജനങ്ങൾ വോട്ട് ചെയ്യാനായി എത്തുന്നത്, ഈ പറയുന്ന ആശയപരമായിട്ടാണ് അവിടെ ആ തെരഞ്ഞെടുപ്പ് പോലും നടക്കുന്നത്, പോളിംഗ് നടക്കുന്നത്. എങ്ങനെയാണ്? ഇപ്പോൾ അതായത് മുഹമ്മദ് റിയാസിനെ ഈ പറയുന്ന ബേപ്പൂർ മണ്ഡലത്തിലെ എല്ലാവർക്കും നേരിട്ട് വ്യക്തിപരമായി പരിചയമുള്ളവരായിരിക്കണമെന്നില്ല. അത്തരത്തിലുള്ള ആളുകൾ ചെയ്യുന്നത് രാഷ്ട്രീയ വോട്ടുകൾ തന്നെ ആയിരിക്കും. അത് രണ്ട് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ വോട്ടുകൾ എന്ന് പറയുന്ന ഒരു സംവിധാനം UDF-നാണെങ്കിലും LDF-നാണെങ്കിലും എവിടെയുണ്ട്. അതിനപ്പുറത്തേക്ക് ഫ്ലോട്ടിംഗ് വോട്ടുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം വോട്ടുകളുണ്ട്. അതിന് 10-30% വരുന്ന വോട്ടുകൾ. ആ വോട്ടുകളാണ് പലപ്പോഴും ഈ പറയുന്ന ഒരു വിജയത്തെ നിർണ്ണയിക്കുന്നത്. അല്ലാതെ ഇവിടെ രണ്ട് വ്യക്തികൾ തമ്മിൽ നടക്കുന്ന ഒരു മത്സരമേ അല്ല. അക്ഷരാർത്ഥത്തിൽ രണ്ട് വ്യക്തികൾ പ്രതിനിധീകരിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും ഇവിടെ രാഷ്ട്രീയം തമ്മിലാണ്, ആശയങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത്. ഇവിടെ ഒരുപറ്റം ജനങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് എന്നുകൂടി പറയേണ്ടി വരും. അല്ലാതെ ഇത് വ്യക്തിപരമായി ഇതിനെ കൊണ്ടു നടക്കുകയും തലയിൽ ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യുന്നത് രാഷ്ട്രീയ അന്ധതയും രാഷ്ട്രീയ ഭ്രാന്തുമാണ് എന്ന് പറയേണ്ടി വരും. അക്ഷരാർത്ഥത്തിൽ മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അത്ര മാത്രമേ ഉള്ളൂ.
അല്ലാതെ അതിനെ ഒരു പിന്നെ എന്താ പറയുക, ഒരു മത്സര ബുദ്ധിയോടുകൂടി അല്ലെങ്കിൽ ഒരു ഗുസ്തി മത്സരത്തിൻ്റെ ഭാവത്തോടു കൂടി കാണേണ്ട ഒന്നല്ല ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്ന് വളരെ കൃത്യമായി ഒരുപക്ഷെ PV അൻവറിനേക്കാട്ടിൽ ഒരുപാട് പ്രായം കൊണ്ട് ജൂനിയറാണ് ശരിക്കും മുഹമ്മദ് റിയാസ്. PV അൻവർ അങ്ങനെയല്ലല്ലോ. അപ്പോൾ രാഷ്ട്രീയ അന്ധതയും രാഷ്ട്രീയ ബാധയും ഒക്കെ ബാധിച്ച് നടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെയൊക്കെ തന്നെയായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ അതിപ്പോൾ റിയാസ് പറയുന്നതേ ഉള്ളൂ, ഇതിനൊക്കെ മറുപടി പറഞ്ഞ് സമയം കളയേണ്ടതില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഇതിൽ നിന്ന് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് എന്താ പറയുക, PV അൻവർ ബെറ്റിൽ നിന്ന് ഞാൻ പിന്മാറുന്നു, ഏകപക്ഷീയമായി ബെറ്റ് ഞാൻ നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബെറ്റിൽ നിന്ന് പിന്മാറുന്ന ഒരു സമീപനവും ഈ പറയുന്ന PV അൻവറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. എന്ന് വെച്ചാൽ ബെറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഒറ്റയ്ക്ക് നടത്തേണ്ടതല്ലല്ലോ, PV മുഹമ്മദ് റിയാസ് കൂടി വരേണ്ടതല്ലേ. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഉയർത്തുന്ന മറ്റു ചില ആരോപണങ്ങൾ, AN ഷംസീറിന് സീറ്റ് നിഷേധിച്ചു, അതൊരു കാരണം. പിന്നീട് ശൈലജ ടീച്ചറെ പേരാവൂർ മണ്ഡലത്തിൽ കൊണ്ടുവന്ന് ഈ പറയുന്ന സണ്ണി വക്കീലിനെതിരായിട്ട് മത്സരിപ്പിച്ചു. ഈ രണ്ട് കാര്യങ്ങൾ എടുത്തുകൊണ്ട് പറയുന്നത് ഇവരെ രണ്ടുപേർക്കും പണി കൊടുത്തു, അല്ലെങ്കിൽ രണ്ടുപേരെയും പുറത്തിരുത്തുന്നതിന് വേണ്ടി പിണറായിസം പ്രവർത്തിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ശരിക്കും PA മുഹമ്മദ് റിയാസിന് അവിടെ സ്ഥാനാർത്ഥിത്വം ഉണ്ട്. എന്തിനാണ് പിന്നെ ഷംസീറിനെ അവിടെ കണ്ണൂർ ജില്ലയിൽ ഇങ്ങനെ ഒരു പണി കൊടുക്കേണ്ട ആവശ്യം? മനഃപൂർവ്വം ഒഴിവാക്കി നിർത്തേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ ആരോപണം നാളിതുവരെയായി ഒളിഞ്ഞോ തെളിഞ്ഞോ അതല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റിലെങ്കിലും അതിൻ്റെ ഒരു നൈരാശ്യം പങ്കുവെച്ചുകൊണ്ട് AN ഷംസീർ എന്ന് പറയുന്ന നേതാവ് കുറിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ഷംസീറിനെ സംബന്ധിച്ചിടത്തോളം അറിയാം എന്താണ്, ഒരു തവണ പാർട്ടി പാർലമെന്ററി മോഹത്തെ അല്ലെങ്കിൽ പാർലമെന്ററി സ്ഥാനത്ത് നിന്നും ഓരോ ആളെയും ഓരോ നേതാക്കന്മാരെയും മാറ്റി നിർത്തുന്നത് മറ്റു ചില ഉത്തരവാദിത്തങ്ങൾ കൂടി അവരുടെ മേലേക്ക് ചുമത്താൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം. മറ്റു ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി നടപ്പിലാക്കേണ്ടത് ഏതൊരു സഖാവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാധ്യതയാണ്, അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തമാണ്. അതായിരിക്കും ഒരുപക്ഷെ നാളെ പാർട്ടി അവരെ ഏൽപ്പിക്കുക എന്നുള്ള കാര്യം ഓരോ പാർട്ടി പ്രവർത്തകനും അറിയാം. ശൈലജ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ശൈലജ ടീച്ചറിന് വളരെ കൃത്യമായി അറിയാം എന്തിനാണ് തന്നെ പേരാവൂരിൽ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള വിവരം. വളരെ കൃത്യമായി അറിയാവുന്ന ഒരു സ്ഥാനാർത്ഥിയല്ലേ ശൈലജ ടീച്ചർ. ആ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് തനിക്ക് ഈ സ്ഥാനാർത്ഥിത്വം നൽകിയത് മോശമാണെന്നോ, ഈ സ്ഥാനാർത്ഥിത്വത്തിലൂടെ തന്നെ ഇല്ലാതാക്കാൻ, തൻ്റെ പൊളിറ്റിക്കൽ കരിയർ ഇല്ലാതാക്കാൻ വേണ്ടി പിണറായി വിജയനും സംഘവും പരിശ്രമിക്കുന്നതായിട്ട് എപ്പോഴെങ്കിലും ശൈലജ ടീച്ചർ പറയുകയും ചെയ്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് PV അൻവറിന് ഇത്രത്തോളം ആത്മരോഷം കൊള്ളേണ്ട ആവശ്യം? അവിടെ പേരാവൂർ എന്ന് പറയുന്ന മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന സണ്ണി വക്കീലിന് ഉള്ള പ്രാധാന്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിൽ തനിക്ക് ജയിക്കാൻ അല്ലെങ്കിൽ ആദ്യ ലാപ്പുകളിൽ ജയിച്ചു കയറാൻ കഴിയുമെന്നുള്ള പരിപൂർണമായ ആത്മവിശ്വാസം ഈ പേരാവൂരിൽ സണ്ണി വക്കീലിന് ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെയും അവസാന ലാപ്പുകളിൽ അത് ആ പ്രതീക്ഷ അല്ലെങ്കിൽ ആ ഒരു അമിതാത്മവിശ്വാസം സണ്ണി വക്കീലിന് നഷ്ടപ്പെടുന്ന കാഴ്ച നമുക്ക് കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങനെ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ആ സാഹചര്യം കൂടി പരിഗണിക്കുമ്പോൾ എന്തർത്ഥത്തിലാണ് PV അൻവർ ഇങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടായിരിക്കാം ബാക്കിയുള്ളവരെ കുറിച്ച് പറയാം? ഇപ്പം അദ്ദേഹം വളരെ കൃത്യമായിട്ട് V കുഞ്ഞികൃഷ്ണൻ്റെ വീട്ടിൽ പോയി കണ്ടിരുന്നു. എന്തിനായിരിക്കാം? അതെ, വിമത ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക, റിയൽ ലെഫ്റ്റ് എന്നുള്ള പേരിൽ ഒരു പറ്റം സ്ഥാനാർത്ഥി ആൾക്കാരെ, ഇപ്പം ജി സുധാകരൻ ഇപ്പോഴും ആടി ഉലഞ്ഞ് നിൽക്കുകയാണെന്നുള്ള കാര്യം നമുക്കറിയാം. ജി സുധാകരനെയും അതോടൊപ്പം തന്നെ KK രമ, അതിനെ കണ്ടിട്ട് കാര്യമൊന്നുമില്ല KK രമ കണ്ടിട്ട്. അതേസമയം V കുഞ്ഞികൃഷ്ണനെ കൂടിക്കാഴ്ച നടത്തി, ഇനിയും TK ഗോവിന്ദനുമായി കൂടിക്കാഴ്ച നടത്തുന്നു, PK ശശിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഇവരെല്ലാം ചേർത്തുകൊണ്ട് റിയൽ ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി 15 പ്രഖ്യാപിക്കാനാണ് ഉദ്ദേശം. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ നേതാക്കന്മാരെ വെച്ചുകൊണ്ട് കേരളത്തിൽ PV അൻവറിൻ്റെ നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചാൽ അതിൻ്റെ നിലനിൽപ്പ് എത്രത്തോളം ഉണ്ടാകും എന്ന് കൂടി ആലോചിക്കണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ വിളിച്ചുകയറ്റിക്കൊണ്ടിരിക്കുന്ന നേതാക്കന്മാരുടെ എല്ലാം രാഷ്ട്രീയ ഭാവി എന്ന് പറയുന്നത് ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്നു. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. V കുഞ്ഞികൃഷ്ണനാണെങ്കിലും TK ഗോവിന്ദനാണെങ്കിലും PK ശശി ആണെങ്കിലും എല്ലാവരുടെയും രാഷ്ട്രീയ ഭാവി അവസാനിച്ചു. ഈ തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ ഇനി വിജയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ UDF തന്നെ ഇവരെ കൈവിടും. ഇതും PV അൻവറിന് അറിയാം. ഈ ബേപ്പൂരിൽ ഇത്തവണ പരാജയപ്പെടും താൻ എന്നുള്ള കാര്യം PV അൻവറിന് കൃത്യമായി ബോധ്യപ്പെട്ടു. എക്സിറ്റ് പോൾ ഫലങ്ങളും വല്ല ഗുണമില്ലെങ്കിൽ തന്നെയും അതുതന്നെയാണ് പ്രവചിക്കുന്നത്. അപ്പം ഈ പറയുന്ന PV അൻവറിന് ബേപ്പൂരിൽ നിന്ന് പരാജയപ്പെടുകയും UDF എന്ന് പറയുന്ന സംവിധാനത്തിൽ നിന്ന് PV അൻവർ സ്വാഭാവികമായി പുറത്തേക്ക് പോവുകയും ചെയ്യും. ആ പുറത്തേക്ക് പോകുന്ന സാഹചര്യത്തിൽ ബാക്കി LDFിൽ നിന്നും പുറത്തായി UDFിൽ നിന്നും പുറത്തായി നിൽക്കുന്ന ഇത്തരം നേതാക്കന്മാരെ കൂട്ടിച്ചേർത്തുകൊണ്ട് വെറുതെ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുക. ഈ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരെ
എന്താണ് കേരളത്തിലുള്ള പ്രാധാന്യം എന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഈ പിണറായിസവും മരുമോനിസവും എന്നൊക്കെ പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, അത് ഈ മെയ് മാസത്തോടു കൂടി അവസാനിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷേ ഈ ഇപ്പോഴത്തെ നിലവിലത്തെ ഒരു സാഹചര്യം, എക്സിറ്റ് പോൾ ഫലങ്ങളെ തള്ളിക്കളഞ്ഞാൽ ഇപ്പം നിലവിലത്തെ സാഹചര്യം വെച്ചുകൊണ്ട് ഒരു 75 മുതൽ 78 സീറ്റ് വരെ നേടിക്കൊണ്ട് LDF അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് ഏറെക്കുറെ നമുക്ക് കണക്കുകൂട്ടലുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ല വലിയ തരംഗമൊന്നും നടക്കാത്തതുകൊണ്ട് തന്നെ. അപ്പം ആ സാഹചര്യം കൂടി പരിഗണിക്കുമ്പോൾ PV അൻവർ തന്നെ അപ്രസക്തനായി മാറുന്നു. പിന്നെ ഈ രാഷ്ട്രീയ പാർട്ടിക്ക് എന്താണ് പ്രാധാന്യം? ഇനിയും വല്ല ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു ഘട്ടത്തിൽ പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ചെറിയ ബൈ ഇലക്ഷൻ ഉണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടിക്ക് ഇനി 5 വർഷം കൂടി കാത്തിരുന്നിട്ട് 2030 കൂടി അവിടെ ഒരു തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വരും, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. അല്ലാതെ വേറെ ഒന്നും ഈ റിയൽ ലെഫ്റ്റ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നിലില്ല. ഇവിടെ ഏതെങ്കിലും ഒരു ജനകീയ സമരം ഏറ്റെടുത്തുകൊണ്ട് വിജയിപ്പിക്കത്തക്ക ശേഷിയുള്ള ഒരു പാർട്ടിയേ അല്ല PV അൻവർ ഉണ്ടാക്കാൻ പോകുന്നത്. അത്തരം ജനകീയ സമരങ്ങളോട് ഒരു താല്പര്യമില്ലാത്ത ഒരു നേതാവുമായിരിക്കും PV അൻവർ എന്നുള്ള കാര്യം കാലം നമ്മുടെ മുന്നിൽ തെളിയിച്ചെന്ന കാര്യമല്ലേ. അപ്പോൾ പിന്നെ PV അൻവറിൻ്റെയും ഈ പറയുന്ന കുഞ്ഞികൃഷ്ണൻ്റെയും TK ഗോവിന്ദിൻ്റെയും ഒക്കെ രാഷ്ട്രീയ ഭാവി തന്നെ അവസാനിച്ചു എന്നുള്ള കാര്യം നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.